തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാജ്യമുണ്ടെങ്കിൽ അത് പാകിസ്ഥാൻ തന്നെയാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഇപ്പോൾ എല്ലാവരുടെ ഒരു സംശയം, പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷരീഫ് അവിടെ വെറും മിണ്ടാട്ടം ആയിട്ട് ഇരിക്കുന്നുണ്ടോ, അതായത് വെറും പാവയെ പോലെ ഇരിക്കുന്നുണ്ടോ എന്നാണ് സംശയം. കാരണം എല്ലാ കാര്യങ്ങൾക്കും ഒരു അഭിപ്രായം പറയുന്നത് പാകിസ്ഥാന്റെ സൈനിക മേധാവിയും അതോടൊപ്പം തന്നെ ഫീൽഡ് മാർഷലായ അസീം മുനീറാണ്. സൈന്യവുമായി ബന്ധപ്പെട്ട കാര്യത്തിലായിരുന്നാലും ഇനിയിപ്പോൾ പാകിസ്ഥാനിലെ രാഷ്ട്രീയ സാഹചര്യവുമായി ബന്ധപ്പെട്ട കാര്യത്തിലായിരുന്നാൽ പോലും അസീം മുനീറാണ് എന്തെങ്കിലും തരത്തിലുള്ള ഒരു മറുപടി ലോകത്തിന് മുമ്പാകെ നൽകുന്നത്. പ്രധാനമന്ത്രിയായ ഷഹബാസ് ഷരീഫ് ഒരക്ഷരം പോലും മിണ്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഇന്ത്യ ഒരു നയതന്ത്ര നീക്കം പാകിസ്ഥാനിൽ നടത്തിയിരുന്നു. അതായത് പാകിസ്ഥാന്റെ സിന്ധു നദീജല കരാർ റദ്ദാക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് ഇന്ത്യ എത്തി, അവരുടെ വെള്ളം കൂടി മുട്ടിച്ചു. പക്ഷെ അതിനൊക്കെ ഒരു മറുപടി പറയുന്നത് ഫീൽഡ് മാർഷലായ അസീം മുനീറാണ്. ഇതുവരെയായിട്ട് പാകിസ്ഥാനിലെ പ്രധാനമന്ത്രി ഷഹബാസ് ഷരീഫ് ഒരു തരത്തിലുമുള്ള മറുപടി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ ഷഹബാസ് ഷരീഫിനെ പ്രധാനമന്ത്രിയായ കസേരയിൽ അവിടെ ഇരുത്തിക്കൊണ്ട് പിന്നിൽ നിന്നും ഒരു പ്രധാനമന്ത്രിയായി കളിക്കുന്നത് അസീം മുനീർ ആണോ എന്നൊരു സംശയമാണ് ഇപ്പോൾ ഉള്ളത്. നിലവിൽ അങ്ങനത്തെ ഒരു സംശയം പാകിസ്ഥാനിലുള്ളവർക്കും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു അസീം മുനീറിന് നേരെ ഒരു രൂക്ഷമായ ഒരു വെല്ലുവിളിയാണ് പ്രമുഖ രാഷ്ട്രീയ നേതാവും ജാമിയ ഉലമ ഈ ഇസ്ലാം തലവനുമായ മൗലാന ഫസലുർ റഹ്മാൻ ഒരു വലിയ രീതിയിലുള്ള ഒരു വെല്ലുവിളിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. അതായത് സൈനിക മേധാവിക്ക് രാഷ്ട്രീയത്തിൽ ഇടപെടാൻ താല്പര്യമുണ്ടെങ്കിൽ യൂണിഫോം എല്ലാം അയച്ചു വെച്ച് സൈന്യത്തിൽ നിന്ന് രാജിവെക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. സൈന്യത്തിന്റെ യൂണിഫോം ഇട്ടുകൊണ്ട് രാഷ്ട്രീയത്തിൽ കയറി വന്ന് അഭിപ്രായം പറയാനോ രാഷ്ട്രീയത്തിൽ കയറി വന്ന് തലയിടാനോ നിങ്ങൾ ശ്രമിക്കരുത്. രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ആ യൂണിഫോം ഊരിവെച്ച് സൈന്യത്തിൽ നിന്നും റിസൈൻ ചെയ്തുകൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി വരിക. ഒന്നേ ഇപ്പോൾ ഷഹബാസ് ഷരീഫിന്റെ പാർട്ടിയിലേക്ക് കയറുക, അല്ലെങ്കിൽ വേറൊരു പാർട്ടി, പുതിയതായിട്ടൊരു പാർട്ടി രൂപം കൊണ്ട് അതിൽ നിന്ന് പ്രവർത്തിക്കുക എന്നാണ് ഇപ്പോൾ മൗലവി പറയുന്നത്. രാഷ്ട്രീയത്തിൽ താല്പര്യമുണ്ടെങ്കിൽ സൈനിക വേഷം ഉപേക്ഷിച്ച് രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ റഹ്മാൻ മുനീറിനെ വെല്ലുവിളിക്കുകയാണ്. യൂണിഫോം ഇട്ട ഒരാൾക്ക് എത്ര വോട്ട് ലഭിക്കുമെന്ന് അപ്പോൾ കാണാമെന്നാണ് റഹ്മാൻ പറയുന്നത്. രാജ്യം ആര് ഭരിക്കണം, ആര് ഭരണത്തിൽ നിന്ന് പുറത്തു പോകണമെന്ന് തീരുമാനിക്കുന്നത് സൈന്യത്തിന്റെ ജോലിയല്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയാണ്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷരീഫിനേക്കാൾ ശക്തനായി സൈനിക മേധാവി മാറിയിരിക്കുകയാണെന്നും പ്രതിരോധ കാര്യങ്ങൾക്കപ്പുറം സിവിലിയൻ ഭരണത്തിൽ സൈന്യം അനാവശ്യമായി ഇടപെടുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നുണ്ട്. രാജ്യത്തെ ജനസംഖ്യാ വർധനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഉന്നതതല സമിതിയിൽ അസീം മുനീറിനെ ഉൾപ്പെടുത്തിയ പാക് സർക്കാർ തീരുമാനമാണ് ഇത്തരമൊരു രൂക്ഷമായ വിമർശനത്തിന് കാരണമായത്. ഭീകരതയ്ക്കെതിരെ പോരാടാൻ സാധാരണ പൗരന്മാർ ആയുധമെടുക്കണമെന്ന നിർദ്ദേശത്തെ റഹ്മാൻ എതിർത്തു എന്നുള്ളത് അത് വലിയ പുത്തരിയൊന്നുമല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം പാകിസ്ഥാനിലുള്ള എല്ലാ മന്ത്രിമാരും എല്ലാ മൗലവികളും നിങ്ങൾ പിന്തുണയ്ക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വരുന്നവരാണ്. അതുകൊണ്ടാണ് ഐക്യരാഷ്ട്രസഭയിലടക്കം പാകിസ്ഥാനെ തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്നുവെന്ന് വ്യക്തമായ തെളിവുകൾ ഇന്ത്യ നൽകിക്കൊണ്ട് പാകിസ്ഥാനെ ബ്ലാക്ക് ലിസ്റ്റിലേക്ക് പെടുത്തണം, അവർക്ക് ഇനി ഒരു തരത്തിലുമുള്ള ഒരു സാമ്പത്തിക സഹായം ലോകരാജ്യങ്ങൾ നൽകരുത്, അപ്പോൾ പാകിസ്ഥാനിൽ ഇനി ഒരു വെള്ളപ്പൊക്കമോ ഭീഷണിയോ ഇനിയൊരു ഭൂമി ഉൽക്കം തന്നെ വന്നാലും ശരി തന്നെ അവർക്കൊരു 5 പൈസ സഹായമായി പാകിസ്ഥാന് നൽകരുതെന്ന് ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും ഐക്യരാഷ്ട്രസഭയിൽ ഉന്നയിച്ചതാണ്. കാരണം കൊടുക്കുന്ന പൈസ പാകിസ്ഥാനിലെ ജനങ്ങൾക്കോ പാകിസ്ഥാനിലെ ഒരു വലിയ രീതിയിലുള്ള ഒരു വികസനത്തിനോ വേണ്ടി അല്ല അവർ ഈ പണം ഉപയോഗിക്കുന്നത്. അവർ ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ ഇ തൊയ്ബ, ഹിസ്ബുൾ മുജാഹിദീൻ തുടങ്ങിയ ഭീകര സംഘടനകൾക്ക് പണം നൽകി, അവർക്ക് കൂടുതലായിട്ടുള്ള അത്യാധുനിക ആയുധങ്ങൾ നൽകി, അവർക്ക് കൂടുതലായിട്ടുള്ള ബോംബുകളും അതോടൊപ്പം തന്നെ മറ്റ് ആയുധങ്ങളും നിർമ്മിക്കാനുള്ള ഒരു ഭീകര ക്യാമ്പുകൾ നിർമ്മിച്ചു നൽകാനാണ് പാകിസ്ഥാൻ സൈന്യവും ISIയും ഈ പൈസ ഉപയോഗിക്കുന്നതെന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് റഹ്മാൻ പറഞ്ഞത് നിങ്ങൾ ഭീകരവാദത്തെ പിന്തുണയ്ക്കണമെന്നാണ് പാകിസ്ഥാനിൽ നടന്ന ഒരു പരിപാടിയിൽ റഹ്മാൻ ഈ ഒരു പറച്ചിൽ അവിടെ നടത്തിയത്. അതായത് ഈ റഹ്മാന്റെ ഈ പറച്ചിൽ ഒരു കാര്യം കൂടി റഹ്മാൻ ഭയപ്പെടേണ്ടതുണ്ട്. കാരണം അജ്ഞാതർ പാകിസ്ഥാനിൽ കടന്ന് ഇങ്ങനെ 360 ഡിഗ്രി കറങ്ങുകയാണ്. റഹ്മാൻ ഇന്നിപ്പം ഈ പറഞ്ഞത് ചിലപ്പോൾ നാളെ രാവിലെ പുറത്തു വരുന്ന വാർത്ത അല്ലെങ്കിൽ ഒരു ബ്രേക്കിംഗ് വാർത്ത എന്ന് പറയുന്നത് അജ്ഞാതരുടെ വെടിയേറ്റ് റഹ്മാൻ കൊല്ലപ്പെട്ടു എന്നൊരു വാർത്തയായിരിക്കും ചിലപ്പോൾ നാളെ പുറത്തു വരുന്നത്. രാജ്യത്തിന്റെ സുരക്ഷ സൈന്യത്തിന്റെ ഉത്തരവാദിത്തമാണെന്നും ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് ശമ്പളം വാങ്ങുന്നത് അതിനാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ബലൂചിസ്ഥാനിലെ വലിയൊരു ഭാഗം നിലവിൽ പാകിസ്ഥാൻ സർക്കാരിന്റെ നിയന്ത്രണത്തിന് പുറത്താണെന്നും അവിടുത്തെ പല മേഖലകളിലും ഗവൺമെന്റിന്റെ അധികാരം നിലനിൽക്കുന്നില്ലെന്നും റഹ്മാൻ അവകാശപ്പെടുകയാണ്. എന്തായാലും വീണ്ടും ഒരു ആക്രമണത്തിലേക്ക് നയിക്കാനാണ് ഈ മൗലവിയായ റഹ്മാൻ ഒരു നിർദ്ദേശം ഇപ്പോൾ നൽകുന്നത് എന്നാണ് ലഭിക്കുന്ന സൂചന. കൂടാതെ ഭീകരവാദത്തെ
ഒരു തരത്തിലും തകർക്കരുത്, അതിനെ നമ്മൾ പിന്തുണയ്ക്കണം, കൂടാതെ അത് ഉപയോഗിക്കേണ്ട സ്ഥലത്ത് ഉപയോഗിക്കണം എന്നൊക്കെയാണ് ആ പ്രസംഗത്തിൽ പറയുന്നത്. എന്നു വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ ജമാഅത്ത് ഉലമ നേതാവ് പറയുന്നതിന്റെ, അതായത് മൗലാന ഫസൂൽ പറയുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യക്കെതിരെ ആക്രമണം നടത്തുക എന്നുള്ളതാണ് പറയുന്നത്. അതിനു വേണ്ട സഹായങ്ങൾ ഇവർ ചെയ്തു കൊടുക്കാം. പക്ഷേ അസീം മുനീറിനോട് രാഷ്ട്രീയത്തിൽ ഇറങ്ങി നിന്നുകൊണ്ട്, അതായത് സൈനിക മേധാവിയുടെ കുപ്പായം ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ യൂണിഫോം ധരിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിന്റെ കൂടി ഇടപെടരുത്, അതിൻ്റെ ഇന്റേണൽ കാര്യങ്ങളിൽ കൂടി ഇടപെടരുത്, രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ യൂണിഫോം ഊരി വെച്ച് റിസൈൻ ചെയ്തുകൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുക, കൂടാതെ ഭീകരവാദത്തെ അടക്കം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, അവർക്ക് വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കണം, ഭീകരരെ പൊന്നുപോലെ നോക്കണം എന്നൊക്കെയാണ് ഈ മൗലാന പറയുന്നത്, അത് മൗലാന ഫസൂൽ പറയുന്നത്. എന്തായാലും അജ്ഞാതനെ വിളിച്ചു വരുത്തുന്നു, അതായത് അർത്ഥത് എൻ്റെ ചെസ്റ്റ് നമ്പറാണ്, എന്നെ വന്ന് കൊന്നിട്ട് പോകൂ, എന്നെ വെടികുണ്ടകൾ കൊണ്ട് എന്നെ അഭിഷേകം ചെയ്യുമെന്ന് ഈ മൗലാന ഫസൂൽ റഹ്മാൻ ഇന്ന് അജ്ഞാതർക്ക് ഒരു സന്ദേശം കൊടുക്കുന്നുണ്ട്. എന്തായാലും അജ്ഞാതരുടെ ലിസ്റ്റിൽ മൗലാന ഫസൂർ റഹ്മാൻ വന്നിട്ടുണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.